ഒടുവിൽ വന്നിട്ട് പോകുമ്പോ എങ്ങനെയുണ്ടായിരുന്നു അതുപോലെയൊക്കെ വെച്ചിട്ടുണ്ട്. വന്നിട്ട് പോകുമ്പോ സാധാരണ വരട്ടെ എന്നാ ചോദിക്കുക. അന്ന് പോട്ടെ എന്ന് ചോദിച്ചു. എന്റെ നെഞ്ചൊന്ന് കത്തി. നേരത്തോട് നേരം മരിപ്പ് പറഞ്ഞ ആള് വന്നു. പേന ഇട്ടിട്ട് പോയതാ. ഇങ്ങനെ കിടക്കട്ടെ എന്ന് ഞാനും വെച്ചു. ഡയറിയിൽ ഒരു കുത്തിക്കുറുക്കിലുണ്ടായിരുന്നു. രാത്രിയില് ചിലപ്പോ വായിച്ചു കേൾപ്പിക്കും. എന്നെ പറ്റി എഴുതിയിട്ടുണ്ടെങ്കിൽ വായിച്ചു കേൾപ്പിച്ചിട്ടേ ഇവിടുന്ന് പോകൂ. എനിക്കറിയാം. വായിച്ചിട്ടുണ്ടോ? ഉവ്വ്, ചിലതൊക്കെ. ഉവ്വോ? എന്നെ പറ്റി എന്തൊക്കെ എഴുതിയിരിക്കണേ? സ്നേഹത്തോടെ, സ്വന്തം കൂടപ്പുറപ്പിനെ പറ്റിയെന്ന പോലെ. എനിക്ക് താങ്ങാനാവണില്ല കുഞ്ഞുമോനെ. വലിയ മുതലാളി പോയെന്ന് വിചാരിക്കാനേ പറ്റണില്ല. അദ്ദേഹം ഇല്ലാതെ ഈ കോട്ടയ്ക്ക് കാവലിരിക്കേണ്ടി വന്നല്ലോ. ഞാനില്ലേ ചേട്ടന്? ഉവ്വ്, അതാ എനിക്കിപ്പോഴത്തെ ഒറ്റ ആശ്വാസം. അച്ഛന്റെ തനി രൂപം, സ്വഭാവം, അതേ സ്നേഹം. എനിക്കിനി മരിച്ചാലും വേണ്ടില്ല. ചേട്ടാ, പിന്നൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. ചേട്ടനോടല്ലാതെ ഞാൻ ആരോടാ ചോദിക്കുക? എന്താ കുഞ്ഞുമോനെ, എന്താ? പപ്പ ബാംഗ്ലൂരിലെ പഠിത്തം കഴിഞ്ഞ് പിന്നെ കുറെ നാൾ ഇവിടെ തന്നെയായിരുന്നു. ഉവ്വ്, പറഞ്ഞില്ലേ മൂപ്പിലയുടെ ചികിത്സ 4 ദിവസത്തേക്ക് പറഞ്ഞ് കാര്യം 1.5-2 വർഷമായി. സുഖാവുകയും ചെയ്തു. വലിയ മുതലാളി പിന്നെയും കൂടെ കൂടെ വരുമായിരുന്നു, കല്യാണം കഴിക്കുന്നത് വരെ. അതായത് എന്റെ പ്രായം, സ്വഭാവം എങ്ങനെ? എന്നെ പോലെ തന്നെ. വേറെ ഒന്നും തോന്നണ്ട. കുഞ്ഞുമോൻ എന്തായാലും അത്രയൊന്നും എത്തില്ല. സരസൻ, രസികൻ, ഇത്രയും സ്വത്തുണ്ടെന്നോ വലിയ വീട്ടിലെ ആളെന്നോ ഒരാൾക്കും തോന്നില്ല. അപ്പോ കാമുകിമാരൊക്കെ കുറെ കാണുമായിരുന്നല്ലോ. അയ്യേ, എന്താ കുഞ്ഞേ, ഈ റബ്ബർ കാട്ടില് കാമുകിമാരിങ്ങനെ തെക്ക് വടക്ക് നടക്കല്ലേ? എന്നാലും ചേട്ടൻ വേറൊന്നും വിചാരിക്കരുത്. ഒരു കൗതുകം, അതുകൊണ്ട് ചോദിക്കുക. ആ കാലത്ത് അച്ഛനോട് ഒരു സ്നേഹബന്ധമൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഏയ് ഇല്ല. എന്താ ഇത്? ഉറപ്പ്? ചുമ്മാ ഇല്ല, ഓരോരുത്തരൊന്നും പറഞ്ഞല്ല. അച്ഛന്റെ പഴയ ഡയറി കുറിപ്പുകൾ. വൈകുന്നേരം തോട്ടത്തിൽ ചുറ്റിക്കറങ്ങുമ്പോൾ അവൾ കൂട്ടുകാരിയുമൊത്ത് അമ്പലത്തിൽ പോയിട്ട് വരുന്നു. എന്നെ കണ്ടയുടൻ മുഖമങ്ങ് തൊടുത്തു. നേരിട്ട് നോക്കിയില്ല. മിഴികൾ വല്ലാതെ ഒന്ന് പിടച്ചടിച്ചു. റബ്ബർ മരങ്ങൾക്കപ്പുറം ഈ സായനം മനോഹരമാണ്. എങ്കിലും നിഴലുകൾ ഹൃദയത്തിലേക്ക് നീളുന്നു. വരുമെന്ന് പറഞ്ഞു. ഞാൻ കാത്തിരുന്നു. വന്നില്ല. പിണക്കമാണോ? ചേച്ചിയോട് നിൽക്ക്. എഴുന്നേക്കണം. പറഞ്ഞത് കേട്ടില്ലേ? എഴുന്നേക്കാൻ. പുറത്തേക്ക് വരണം. വരാൻ. വരണം വരണം. നിങ്ങളൊന്ന് പുറത്തേക്കണം. ചേച്ചി കാത്തൊക്കെ തൂക്കാനാ. ശരി. ഒരു മിനിറ്റേ. വലിയ ചട്ടമ്പിയാണല്ലേ? മതമിളകി ആനെ ഒറ്റ അടിയടിച്ച് താഴെയിട്ട ഔക്കരി ചട്ടമ്പിയെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ടേ. പക്ഷെ ആള് കാണുന്ന ഞങ്ങൾക്ക് ഇന്നലെ മനസ്സിലായത്. അന്ന് വഴിയിൽ വെച്ച് പോഴത്തരം വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഔക്കരി ചട്ടമ്പി പറയുന്നത് എന്തും ഞങ്ങൾ ചെയ്തോളാം. കാല് പിടിക്കണേ കാല് പിടിക്കാം. ഏത്തോടുന്ന ഏത്തോടാം. മോനെ,
പിള്ളച്ചേട്ടന് ഇത്രയും സുന്ദരിയായ ഒരു മകളുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ആദ്യം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി രമണിക്ക് എന്നോടാണ് ഒരു ഇതെന്ന്. ഈ നോട്ടവും ചിരിയും. രമണിയുമായി തനിച്ചൊന്ന് സംസാരിക്കാൻ ഞാൻ എന്തുമാത്രം ആഗ്രഹിക്കുന്നുണ്ടെന്നറിയാമോ? എന്താണൊന്നും മിണ്ടാത്തത്? പിണക്കമാണോ? തൂക്കം മാത്രമല്ല, ഇതുകൊണ്ട് വേറെ ഉപയോഗമുണ്ട്. അതെ. റെഡി? കൈ ബാക്കി കെട്ട്. 1 2 3. പിടിച്ചോ. സുഖം 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 സുഖം. അടി 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 അടിച്ചോ അടിച്ചോ. എടാ ഭയങ്കര സഫാരി. പാടാൻ മാത്രമല്ല അഭിനയിക്കാനും അറിയല്ലേ? നന്നായി, അസലായി. നമ്മൾ ഈ ചിരി വരാതിരിക്കുമ്പോ ചിരിക്കുക, ദേഷ്യം ഇല്ലാണ്ടിരിക്കുമ്പോ ദാ ഇതുപോലെ ദേഷ്യം ഉണ്ടെന്ന് വരുത്തുക. ഇതൊക്കെ കുഞ്ഞുവിന് വലിയ ഇഷ്ടാണേ. ദേഷ്യം വരാതെ ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത് പോലെ ചിരി വന്നില്ലേലും വല്ലപ്പോഴും നോക്കി ചിരിക്കണം ട്ടാ. ചിരി കുഞ്ഞുമോന് വലിയ ഇഷ്ടാ. കുഞ്ഞുമോനെന്ന് പറഞ്ഞ എന്നെ തന്നെയാണേ. ഓ മതി, ഒന്ന് ചിരിച്ചു കണ്ടല്ലോ, സന്തോഷായി. പിന്നെ നീ എന്തോ ഭാവിച്ചാ? ദേ, അവൻ ഒരുത്തനുള്ളതുകൊണ്ടാ നിന്റെയൊക്കെ കുംഭദോഷം എന്നറിയണത്. അല്ലാതെ തന്നു അടി പിടിച്ചിട്ടൊന്നുമല്ല. മര്യാദയ്ക്ക് പറയണ കേട്ടോളണം. എനിക്ക് വയ്യ നിന്നെ ചുമക്കാൻ. ചുമക്കണ്ട, അടിച്ചു കള, അല്ലെങ്കിൽ കഴുത്ത് ഞെക്കി കൊല്ല്. അപ്പൊ പിന്നെ സ്വൈരുണ്ടാവുമല്ലോ. 10ാം ക്ലാസ് പഠിച്ചെന്ന് വെച്ചേ വലിയ ഭാഷയൊന്നും പറയണ്ട. വരച്ച വരയിൽ നിർത്തും ഞാൻ, പറഞ്ഞേക്കാം. എന്താ എന്താ ഇവിടെ? എന്തിനാ കൗസല്യം നീ ഇവിടെ കിടന്ന് ചിരക്കണേ? തറുതല പറഞ്ഞ പിന്നെ ഞാനെന്തോ വേണം? ഉന്നാര മോളുടെ കാലേ വീഴണോ? തറുതലയൊന്നും അവള് പറയില്ല. നീ അവൾക്ക് ഇത്തിരി സ്വൈരം കൊടുത്താ മതി. അല്ല, വീശി കൊടുക്കാൻ കൂടി ചെയ്യാം. ഓ, കെട്ടിലമ്മയാവാൻ പോവല്ലേ? ദേ ഒരു ഗ്ലാസ് വെള്ളം എടുക്കന്റെ ചങ്ങാതി. അല്ലെങ്കിലും എനിക്കൊന്നും പറഞ്ഞൂടല്ലോ, ഞാൻ രണ്ടാനമ്മയായി പോയില്ലേ. എനിക്കിനി കാക്കാൻ പറ്റൂല, പറ്റത്തില്ല. എന്തോന്ന്? ഒന്നും അറിയാത്ത പോലെ. ഞാനേ അമ്മാവന്റെ മോന്ത കണ്ട് തൊഴാനല്ല ദിവസം ഇവിടെ വരുന്നത്. രമണിയുടെ കാര്യം എനിക്കത് ഇപ്പൊ അറിയണം. നമ്മള് തമ്മിലുള്ള കല്യാണം കഴിഞ്ഞിട്ട് വേണം. ഞങ്ങള് തമ്മിലുള്ള കല്യാണം കഴിഞ്ഞിട്ട് വേണം. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നേ. ഓ അതാണോ? എന്തോന്ന് അതാണോന്ന്? അവൻ പിന്നെ ഉള്ള കാലം ഇങ്ങനെ കേറി ഇറങ്ങി നടന്നാ മതിയോ? വരുന്ന മിഥുനത്തിൽ 19 തികയും അവൾക്ക്. ഓ പെറ്റ തള്ളയുടെ ഒരു വേദന. എന്നാ പിന്നെ പെറ്റകളെ തന്നെ എടുത്തോണ്ട് വരി കുഴിന്ന്. പോകാൻ വരട്ടെ. രണ്ടിലൊന്നും എനിക്ക് ഇപ്പൊ അറിയണം. ഞാൻ വഴിപോക്കനോ വായി നോക്കിയോ ഒന്നുമല്ല. നീ ഒന്ന് ചുമ്മാതിരിക്കും സോമ. നടക്കേണ്ടതൊക്കെ എന്റെ കൃത്യസമയത്ത് തന്നെ നടക്കും. ഇല്ലെങ്കിൽ ഈ സോമൻ നടത്തിക്കും. ഒരു റിവോൾവർ സംഘടിപ്പിക്കണം. വലിയ മുതലാളിയെ പറ്റിയും കൊച്ചുമുതലാളിയെ പറ്റിയും ഒക്കെ. കൊച്ചുമുതലാളി എന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോ ഞാൻ വിചാരിച്ചു 10 വിരല് മോതിരം, സ്വർണ്ണത്തൊടല് മാല, സിൽക്ക് ജുബ്ബ, അങ്ങനത്തെ ഒരാൾ അല്ലേ? അങ്ങനെയൊന്നും വിചാരിച്ചില്ല. അച്ഛൻ പറഞ്ഞ് അപ്പൊ വിചാരിച്ചു വലിയ പത്രാസൊക്കെയുള്ള ഞങ്ങളെ പോലെയുള്ള പാവങ്ങളെ കണ്ട മൈൻഡ് ചെയ്യാത്ത ഗമയുള്ള രമണിയെ പോലെ അല്ലേ? കഷ്ടമുണ്ട് കേട്ടോ. ഞാൻ വെറുതെ പറഞ്ഞല്ലേ. ആള് പാവാണെന്ന് ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി. പിന്നെ പിള്ളച്ചേട്ടൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നു. അച്ഛനെ പറ്റി ആലോചിക്കുമ്പോഴാ എനിക്ക് വിഷമം. എന്നെ പറ്റി ആലോചിക്കുമ്പോ അച്ഛനും. എന്താ അമ്മയെ കൂടി കൊണ്ടുവരാത്തെ? എന്ത് നല്ല അമ്മയാ. അമ്മേ രമണി, ഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പോ അമ്മ ഒരിക്കൽ ഇവിടെ വന്നപ്പോ കണ്ടിട്ടുണ്ട്. എനിക്കൊരു ടിന്ന് നിറയെ ചോക്ലേറ്റ് തന്നു. ആഹാ, നല്ല ഓർമ്മയാണല്ലോ. എങ്ങനെ ഓർമ്മിക്കാണ്ടിരിക്കുക? സ്നേഹമുള്ള അമ്മയാ.
മോനെ മോനെ അമ്മയ്ക്ക് നീ അല്ലാതെ ആരുണ്ടടാ? മോനെ കുളിക്കുമ്പോൾ ഒളിച്ചു ഞാൻ കണ്ടു നിന്റെ കുളിരുമ്മെ കുളിർക്കൊരു മഴക് ഇടനുള്ളി തിരിനുള്ളി സാറന്മാരെ അതിലേ അല്ല ഇതിലേ ഇതിനകത്തുകൂടെ എങ്കിലേ നമ്മൾ ജീവിതത്തിൽ ഒരു ലക്ഷ്യസ്ഥാനത്തെത്തും. ആഹാ ഉഗ്രൻ സാധനമാ. സ്കോച്ചിന്റെ വലിയ പൂപ്പൻ റബ്ബർ ഇട്ട് മാറ്റിയതാ. റബ്ബർ ഇട്ട് മാറ്റിയത് തന്നെന്ന് റബ്ബർ, മുന്തിരി, കിന്തിരി, ഏലം, ചക്ക, ആപ്പിൾ, പഴം, മാങ്ങ എന്നു വേണ്ട സകലമാന ഫലവർഗങ്ങളുടെയും സത്തായ സാധനം സാക്ഷാൽ പരബ്രഹ്മം. സാറന്മാരൊരു തുള്ളി കഴിച്ചു നോക്കിയാട്ടെ. കഴിച്ചാട്ടെ. ഡൈലൂട്ട് ചെയ്യണ്ടേ? ഡൈലൂട്ട് വയറ്റിൽ ചെല്ലുമ്പോ അങ്ങ് താനെ ഡൈലൂട്ട് ആയിക്കോളും. അയ്യോ തട്ടന്നേ. അങ്ങനെ അങ്ങനെ എങ്ങനെ എനിക്ക് ഈ സാറ് കുടിച്ചല്ലോ. ഇപ്പോഴെന്ത് പറയുന്നു സാറന്മാരെ? ദുഃഖങ്ങളെല്ലാം പോയില്ലേ? സുഖങ്ങളെല്ലാം വന്നില്ലേ? ശരിയാവില്ലേ? എല്ലാ ദുഃഖങ്ങളും പറന്നു പോയി. എല്ലാം പോയോന്ന് ചോദിച്ചാ ഒരു ദുഃഖം ഇപ്പോഴും ബാക്കിയുണ്ട് പിള്ളേ. അതെന്തോ എന്താടാ ദാസപ്പ, നമ്മുടെ കുഞ്ഞുമോൻ പറഞ്ഞ കാര്യത്തിലൊരു തുമ്പ് ഇതുവരെ. തുമ്പോ? എന്തോ നിന്റെ തുമ്പ്? പിള്ളേ, നമ്മുടെ കുഞ്ഞുമോനില്ലേ ജോസേ, അവന്റെ ഫാദർ ഇവിടെ പണ്ടൊരു മിണ്ടിപ്പോരുത്. അതെന്തോന്ന് രഹസ്യത്തിന്റെ തുമ്പോ? എന്തായാലും പറയണം, വഴിയുണ്ടാക്കാം. അത് പിള്ളേ പറയണം. പറഞ്ഞാലല്ലേ പിള്ളേക്ക് ഒരു ഡെസിഷൻ എടുക്കാൻ പറ്റൂ. അല്ല അതെ, ഇവിടുത്തെ ചില കാര്യങ്ങൾ തിരക്കി അറിയാൻ, പഴയ കാര്യങ്ങളാ, അതിന് പറ്റിയ ഒരാളെ. അതോ? ഒരു മൈനർ കേസ് എന്റെ ഉണ്ട്. തമാശ കളവില്ല. അത് വേണമെങ്കിൽ കളയാം. പക്ഷെ ആൾ എന്റെ ഉണ്ട്. നടന്ന കാര്യങ്ങളും നടക്കാനിരിക്കുന്ന കാര്യങ്ങളും പറയും. ഭൂതത്തിന്റെയും ഭാവിയുടെയും കൊങ്ങാക്കി പിടിക്കാൻ പറ്റിയ ഒരാൾ. അതാരാ? ഭയങ്കര സിദ്ധന, ഭീകര ജ്ഞാനി, ജ്ഞാനി വാസുള്ള. ഒരുപാട് ദൂരം ഓടിയല്ലേ? പട്ടി കുരച്ചപ്പം പട്ടിയുടെ കാര്യം ഇവൻ പറഞ്ഞില്ലായിരുന്നു. സ്ത്രീതാടനം ഏറ്റിട്ടുണ്ട്, പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടെന്ന് നല്ല മെഷർമെന്റ് ചോദിച്ചതിനാ. അറിയാതെ ഈ പുല്ല് വിൽക്കാൻ നോക്കൂ. മൂന്നാമതൊരാൾ കൂടി വരാനുണ്ട്. ഉണ്ട്, കുഞ്ഞുമോൻ. എന്റെ നെഞ്ച് കാളിപ്പോയി അങ്ങനെ ഓരോന്ന് പറഞ്ഞപ്പോ. എന്തോ വിദ്യയുണ്ട് കക്ഷിയുടെ കയ്യിലെന്നുള്ളത് തീർച്ചയാ. ജോസൂട്ട് പോയി കാണുക തന്നെ വേണം. പോണം, പോയി തന്നെ ആകണം. മഹാജ്ഞാനിയാ. എന്ത് ജ്ഞാനി? ഓരോന്ന് പറയും, ഒത്താ ഒത്തു. ഇവിടെ തന്നെയുള്ള ആളാണല്ലേ? അതെ, സ്ഥിരമായിട്ട് നിൽക്കൊന്നുമില്ല, ഊരു ചുറ്റും. ഇടയ്ക്ക് ഇങ്ങനെ വരും. ഇലഞ്ഞിത്തറ വൈദ്യരുടെ ഫാമിലിയിലുള്ളതാണെന്ന് കേട്ടല്ലോ. അപ്പാപ്പനെ ചികിത്സിച്ച ഈ വൈദ്യരല്ലേ? അതെ, വൈദ്യരുടെ അകന്ന മുറയിലെ ഒരു അനന്തരവനാ അയാള്. തല തിരിഞ്ഞു.
അത്രേ ഉള്ളൂ. വൈദ്യുതി മരിച്ച് ആ കുടുംബം വിറ്റ് പിറക്കി പോയേ പിന്നെ കുറെ കാലത്തേക്ക് കാണാറില്ലായിരുന്നു. ചിലപ്പോ ഇങ്ങനെ വരും. സിദ്ധനാണെന്നറിയാം. അത്ഭുതങ്ങൾ പറയും, കാണിക്കുന്നൊക്കെ കേട്ടു. പക്ഷേ ഞാൻ വന്ന അതിനൊന്നുമല്ല. മുഖപുര അപ്രസക്തമാണ്. പണ്ട് ഇവിടെ ഉണ്ടായിരുന്ന ആളെന്ന നിലയിൽ അക്കാലത്തെ ചില കാര്യങ്ങൾ കുറച്ച് വിശദമായി അറിയേണ്ടത് നടന്ന കാര്യങ്ങളോ അതോ നടക്കാനിരിക്കുന്ന കാര്യങ്ങളോ? രണ്ടും. ഊഹിക്കുന്നത് നടന്നു, പ്രതീക്ഷിക്കാത്തത് സംഭവിക്കും. നടന്നത് അത് പറയാൻ കഴിയുന്നയാൾ പാർപ്പിടത്തിൽ തന്നെ ഉണ്ടല്ലോ. ഞാനിവിടെ വന്നത് അറിയാം. നീ അന്വേഷിക്കുന്നവൻ ആരോ അവൻ നിന്നെയും തേടിക്കൊണ്ടിരിക്കുന്നു. എനിക്കൊന്നും മനസ്സിലാവില്ല. എങ്കിലും സമയമാകുമ്പോൾ മച്ചിൻ മുകളിലിരുന്ന് സത്യം ചിലയ്ക്കും. അത് നിനക്ക് വഴികാട്ടുകയും ചെയ്യും. തുടങ്ങിയെടുത്ത് തന്നെ നീ തിരിച്ചെത്തും. അവിടെ വച്ച് നീ കണ്ടെത്തുകയും ചെയ്യും. ഞാൻ ഇത്രയൊക്കെ ആയിട്ടും തേടുന്ന നിമിഷം തൊട്ടടുത്ത് തന്നെയുണ്ട്. അതിലേക്കുള്ള ദൂരം നീ തന്നെ താണ്ടിയേ തീരൂ. മാർഗം മാറ്റൊന്നില്ല. ഇതൊരുമാതിരി ഇരുട്ടുമുറിയിൽ ഇല്ലാത്ത പൂച്ചയെ തപ്പുന്ന പോലുള്ള പരിപാടിയാ. ശരിയാ. അല്ലെങ്കിൽ തന്നെ എന്തിനാ ഇതൊക്കെ? ജോസേ, ജ്യേഷ്ഠനെ അന്വേഷിച്ച് കണ്ടുപിടിച്ചാൽ തന്നെ അതും പ്രശ്നമല്ലേ? സ്വത്തിന്റെ പകുതി ക്ലീനായിട്ട് അങ്ങോട്ട് പോവില്ലേ? അന്വേഷിക്കണം, കണ്ടുപിടിച്ചേ പറ്റൂ. ഏയ്, ആഹാ, മനോഹരായിരിക്കുന്നു. എത്ര കണ്ടാലും മതിയാവില്ല. തിരിച്ചു പോണ്ട, അപ്പൊ എന്നും കാണാലോ. ചിലപ്പോ തിരിച്ചു പോയില്ലെന്നും വരും. അമ്മയാണ് പ്രതിഷ്ഠ. ഓ, ദേവീക്ഷേത്രമാണല്ലേ? ദേവിയല്ല, അമ്മ. ദേവീന്ന് വിളിക്കുന്നത് ഇഷ്ടമല്ലെന്നാ. ഓ, അമ്മയെങ്കിൽ അമ്മ. ശരിക്കും അമ്മ തന്നെയായിരുന്നു എന്നാ കഥ. ദേവിയാക്കി പ്രതിഷ്ഠിച്ചതാ. കുഞ്ഞിനെ കാണാതായപ്പോ തേടി ഇറങ്ങിയതാ. പണ്ട് നാടായ നാടൊക്കെ തിരക്കി, കാടായ കാടൊക്കെ തിരക്കി, പുഴകളും മലകളും ഒക്കെ കടന്ന് ഇവിടെ എത്തിയപ്പോ ഇവിടെ പാറപ്പുറത്ത് എല്ലും മുടിയും പിന്നെ കൊലുസും. പാവം, അന്ന് ആ അമ്മയുടെ കരച്ചില് കേട്ട് മലകൾ വരെ അലിഞ്ഞൊഴുകിയെന്ന കഥ. ഭൂമിയും മരങ്ങളും ആകാശവും ഒക്കെ കരഞ്ഞു. കാട്ടിലാകെ പ്രളയമായി. ഒരാഴ്ച കൊണ്ട് കാടാകെ പ്രളയത്തിൽ മുങ്ങി. ഒടുവിലങ്ങ് ദൂരെ മലമുകളിലിരുന്ന് മലവേടന്മാര് നേർച്ച നേർന്നു, അമ്മയെ ദേവിയാക്കി പ്രതിഷ്ഠിക്കാമെന്ന്. പിന്നീടാ പ്രളയം നിന്നത്. മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച എന്തും തരും, ഏത് തെറ്റും പൊറുക്കും. പക്ഷേ ഉള്ളരിഞ്ഞ് പ്രാർത്ഥിക്കണം. അയ്യേ, എന്താ ഇത്? മനസ്സലിഞ്ഞ് പ്രാർത്ഥിച്ചപ്പോ രമണിയല്ലേ പറഞ്ഞത്? ഉം? ഉം. ഉം.
എടേ സുപ്രു, സുപ്രു, എന്താടാ? ജീപ്പ് എവിടെ പോയി? ജോസിനെ കാണുന്നില്ലല്ലോ. മോർണിംഗ് വാക്കിന് പോയതായിരിക്കും. ജീപ്പിലോ? എന്നാ പിന്നെ അവിടെ പോയി. ചിലപ്പോ ആ പഴയ ലവ് സ്റ്റോറിയിലെ പെമ്പറന്നരെ അന്വേഷിച്ച്. ആ ശരിയാ, അത് തന്നെ. ചേടാ, ഏതെല്ലാം ജാതി മനുഷ്യരാടാ ലോകത്ത്. ഓരോരുത്തരുടെ പെണ്ണുങ്ങളെ പേടിച്ച് ഒളിച്ചു നടക്കുമ്പോ ഇതാ ഒരുത്തം പോയിരിക്കുന്നു, എഴുതാത്ത കഥയിൽ ഇല്ലാത്ത പെണ്ണിനെ പിടിക്കാൻ. എന്റെ കക്ഷി വരുന്നു. ഓ, നിന്റെ കക്ഷി മോന്ത കണ്ടാലും മതി പ്രേമം വരാൻ. അവന്റെ ചട്ടിപ്പാലും വളിച്ച ചിരി. നീ നോക്കിക്കോടാ. പാല് അതോട്ട് വെച്ചാരെ. നീ ആ ചിരിയുണ്ടോ? ആദ്യം കണ്ടപ്പോഴേ എനിക്കറിയാം എന്റെ അടുത്ത് എന്തോ ഒരു ഇതുണ്ട്. ഓ, ഉണ്ട്. ഞാൻ ആലോചിക്കായിരുന്നു, എത്ര പെട്ടെന്നായി പെൺകുട്ടികളൊക്കെ എന്റെ വലയെ വീഴുന്നു. നീ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഈ പെണ്ണുങ്ങളെ വളയ്ക്കുക എന്നൊക്കെ പറയുന്ന ഒരു കലയാ. അത് മുരടന്മാർക്ക് പറഞ്ഞിട്ടുള്ളതല്ല. ദേ അവള് വരുന്നുണ്ട്, കണ്ടോ? രമണി ചിരിക്കുമ്പോ കാണാൻ എന്ത് ഭംഗിയാ. ഏയ്, ഒരു ഭംഗിയുമില്ല. ഒരുപക്ഷെ കരയുമ്പോഴായിരിക്കും ഭംഗി. ഒന്ന് കരഞ്ഞു കാണിക്കട്ടെ. അപ്പനെ, നമ്മൾ ഈ പറയുന്ന ആണും പെണ്ണും തമ്മിലുള്ള ലവില്ലേ, പ്രേമം, അത് ഇവളുടെ അടുത്ത് ചെലവാവൂല. ഇവളുടെ അടുത്ത് വേറൊരു സാധനം ചെലവാവുള്ളൂ. എന്താ? സഹോദര സ്നേഹം. കുഞ്ഞുമോൻ ഇനിയും കാണില്ലല്ലോ. അതിരാവിലെ പോയതല്ലേ. ഞങ്ങളും കുഞ്ഞുമോനെ തന്നെയാ നോക്കുന്നത്. ഇവിടെ നിന്നാ ലോകം മുഴുവൻ കാണാം. എവിടെ ഉണ്ടെങ്കിലും പിടിക്കാം. പിള്ളച്ചേട്ടൻ ഇങ്ങോട്ട് വാ. മണി ഇപ്പോ 3 കഴിഞ്ഞല്ലോ. ആഹാ, ഈ ജെയിംസ് മാത്യു മുതലാളി ആളൊരു കലാകാരൻ തന്നെ. അതല്ലേ എസ്റ്റേറ്റ് വിറ്റിട്ടും സ്റ്റൈലും ബംഗ്ലാവ് കയ്യിൽ തന്നെ വെച്ചത്. സുന്ദരിമാര് കേറി ഇറങ്ങിയ സ്ഥലം. രാവിലെ പോയിട്ട് ഈ കുഞ്ഞുമോൻ എവിടെ പോയി കിടക്കുക? ചേട്ടൻ അറിയാത്തതാണോ പിന്നെ ഞങ്ങൾ അറിയുന്നത്? ഞാൻ എങ്ങനെ അറിയും നിങ്ങൾ ഈ കൂട്ടുകാർക്ക് അറിയാത്തത്? കൂട്ടുകാർക്ക് അറിയാത്ത പലതും ചേട്ടൻ അറിയാവേ. എത്ര ചോദിച്ചിട്ടും ചേട്ടനൊന്നും പറയുന്നില്ലെന്നാണ് ജോസൂട്ടിയുടെ പരാതി. അങ്ങനെ അങ്ങ് വിട്ടു പറയാൻ പറ്റൂടെ? ജെയിംസ് മാത്യു മുതലാളിയുടെ ഹൃദയ രഹസ്യങ്ങൾ സൂക്ഷിക്കേണ്ട ആളല്ലേ. ഇത്ര വലിയ രഹസ്യങ്ങളൊക്കെ കൊണ്ടു നടന്ന അവസാനം നെഞ്ചോട്ടി ചത്തുവും ചേട്ടാ. പറഞ്ഞേക്കാം. അങ്ങനെ ചാവണെങ്കിൽ അങ്ങോട്ട് ചാവട്ടെ. എന്നാലും നെഞ്ചിലിരിക്കുന്നത് നെഞ്ചിൽ തന്നെ ഇരിക്കും. അപ്പോ കാര്യങ്ങളൊക്കെ കുഴഞ്ഞു മറിഞ്ഞ് ഇവിടെ എവിടെയോ ഒരിടത്ത് കിടപ്പുണ്ടല്ലേ. ആ ദാ കുഞ്ഞുമോൻ വരുന്നു. എങ്കിലും എന്റെ കുഞ്ഞെ അതിരാവിലെ ആരോടും പറയാതെ അങ്ങ് പോയി കളഞ്ഞല്ലോ. എന്റെ നെഞ്ച് കിടന്ന് പിടക്കിയായിരുന്നു. പള്ളി വരെ പോയതാ ഏട്ടാ. അച്ഛനും വേണ്ടി സംസാരിച്ചിരിക്കുന്നു. എന്ത് രസം അച്ഛനായിട്ട് സംസാരിക്കാൻ. സമയം പോയത് അറിഞ്ഞില്ല. പോലീസ് എന്നെയാണ് അന്വേഷിക്കുന്നെങ്കിൽ ഇങ്ങനെ ഒരാളിവിടെ വന്നിട്ടില്ല എന്ന് പറഞ്ഞേക്കണം. ഈ കരടിക്കുഴി ഇവിടെ എവിടെയാ? പറയടോ. പറയാനല്ലേ പോണത്. കുഴികൾ ഒരുപാട് ഇവിടെയുണ്ട്. ഇതിൽ കരടിയുടെ കുഴി ഏതാണ്, പുലിയുടെ കുഴി ഏതാണെന്ന് ചോദിക്കുന്നതിന് ഉത്തരം പറഞ്ഞാൽ മതി. ഇന്നലെ ഇവിടെ അടുത്തൊരു വീട്ടിൽ മോഷണം നടന്നില്ലേ? സർ, സത്യമായിട്ടും പറയാണ്. ഇന്നലെ ഇവൻ ഫുൾ ടൈം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അല്ലേ? ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. പോലീസിനെ കണ്ടപ്പോ ജോസ് എന്തിനാ കയറി ഒളിച്ചത്? അത് ഞാനിങ്ങോട്ട് വരുന്ന വഴി ഒരു ആക്സിഡന്റ്, സ്കൂട്ടറും ലോറിയും തമ്മില. ഞാനാണ് അതിന്റെ സാക്ഷി. അപ്പോ കോടതിയിലും പോലീസ് സ്റ്റേഷനിലൊന്നും കയറി ഇറങ്ങാനൊന്നും നമുക്ക് പറ്റില്ലല്ലോ. അതെ, സോറി.
ദാസപ്പാ, ദാസപ്പാ, എന്താടാ? എടാ ജോസൂട്ടി ഇന്നലെ പറഞ്ഞതൊക്കെ കള്ളോ. പോയത് പള്ളിയിലല്ല, സിറ്റിയില. പോടാ, സിറ്റിയിൽ ഒറ്റയ്ക്ക് പോകൂ. നമ്മളെ കൂടെ വിളിക്കില്ലേ? തന്നെന്ന് ആ കവലയിലെ മുറുക്കാൻ കിടക്കാരനില്ലേ, അയാൾ ഇത് ഇപ്പൊ എന്നെ കണ്ടപ്പോ പറഞ്ഞേ ഉള്ളൂ ജോസൂട്ടി ഇന്നലെ ടൗണിൽ വെച്ച് കണ്ടെന്ന്. സംശയം ഉണ്ടെങ്കിൽ നീ ഒന്ന് ചോദിച്ചു നോക്ക്. തന്നേ ഞാൻ ഇന്നലെ ഇളയ കുട്ടിയെ കൊണ്ട് മെഡിക്കൽ കോളേജിൽ പോയിട്ട് വരുമ്പോ കൊച്ചു മുതലാളിയെ കണ്ടു. പിന്നെ കൊച്ചു മുതലാളിയുടെ ജീപ്പിലാ ഞങ്ങളെ ഇവിടെ കൊണ്ടാക്കിയത്. എന്തൊരു തങ്കപ്പെട്ട സ്വഭാവം. ജോസ് എന്തൊക്കെയോ നമ്മളിൽ നിന്ന് വിളിക്കുന്നു. എന്തിനാ അവൻ ഒറ്റയ്ക്ക് നഗരത്തിൽ പോയത്? ചോദിച്ചപ്പോ എന്തിനാ പള്ളിയിലായിരുന്നു കള്ളം പറഞ്ഞത്? ശരിയാ, എന്തിനാ അവൻ പോലീസിനെ കണ്ടപ്പോ കയറി വിളിച്ചത്? നമുക്കിപ്പൊ തന്നെ ജോസിനോട് പോയി ചോദിച്ചാലോ? വേണ്ട, വരട്ടെ. ഇതെവിടം വരെ പോകുമെന്ന് നോക്കാം. പപ്പയില്ലാത്ത ആദ്യത്തെ ജന്മദിനമായിരിക്കും. അപ്പൊ അമ്മയോ? അമ്മയെ പോയെന്ന് വിളിച്ചോണ്ട് വന്നൂടെ? അമ്മ വരില്ല. പപ്പ മരിച്ച പിന്നെ അമ്മ പുറത്തിറങ്ങിയിട്ടില്ല. എന്റെ ഓർമ്മയിൽ പപ്പയോടൊപ്പം മാത്രമേ അമ്മ പുറത്തു പോയിട്ടുള്ളൂ. എന്നാ നമുക്ക് അങ്ങോട്ട് പോവാം. നിലാവ് പപ്പയ്ക്ക് ഇഷ്ടമായിരുന്നു. ഫുൾ മൂൺ ദിവസങ്ങളിലാണ് പപ്പ പലപ്പോഴും ഇവിടെ വരാറ്. ഈ കെട്ടിടം, ഇതിന്റെ ഓരോ മൂലയെക്കുറിച്ചും പപ്പ പറയായിരുന്നു, ഓരോ കല്ലിനെ കുറിച്ചും. പപ്പയെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിലൊരു അംഗത്തെ പോലെയായിരുന്നു ഈ ബംഗ്ലാവ്. നിലാവുള്ളി രാത്രിയിൽ ബംഗ്ലാവിലിങ്ങനെ കഴിയുമ്പോൾ പപ്പ ഉണ്ടായിരുന്നെങ്കിൽ ആഗ്രഹിച്ചു പോകുന്നു. ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല ജോസ്. ഇല്ല, ദാറ്റ് ഈസ് എ ട്രൂത്ത്. യെസ്, ദാറ്റ്സ് എ ട്രൂത്ത്. ദാറ്റ്സ് എ ട്രൂത്ത്. ശരിയാണ്. എന്നാലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്ന കാലമാണ് എന്റേത്. പപ്പ മാത്രമല്ല. ജോസേ, ഒന്ന് ചോദിക്കട്ടെ, മറ്റൊന്നും തോന്നരുത്. ജോസിന്റെ പപ്പയുടെ രക്തത്തിൽ പിറന്ന മറ്റൊരു കുട്ടിയുണ്ട്, കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞത് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ ഞങ്ങളൂടെ കൂടിയത്. പക്ഷേ ഈ അന്വേഷണത്തിന് വേറെന്തെങ്കിലും അർത്ഥമുണ്ടോ? ബർത്ത്ഡേ എന്നൊക്കെ പറയുമ്പോ അമ്മ വേണ്ടേ? സ്വന്തക്കാരൊക്കെ വേണ്ടേ? ഇപ്പൊ എന്റെ സ്വന്തക്കാരൊക്കെ ഇവിടെയല്ലേ, പിന്നെ മമ്മി. എങ്ങനെ ഈ ബർത്ത്ഡേ ആഘോഷിക്കുന്നേ? സിനിമയിലൊക്കെ കാണുന്ന പോലെ വീട് ബൾബൊക്കെ ഇട്ട് അലങ്കരിച്ച് കേക്കും മെഴുകുതിരിയും ആളും പേരും ചിരിയും. അപ്പൊ പാട്ട് വേണ്ടേ? പിന്നെ വേണ്ടേ? രമണി ഉണ്ടല്ലോ പാടാൻ. അയ്യോ, ഞാൻ പാടൂല. ആഹാ, എന്നാ ഞാൻ പാടും. കുയിലമ്മേ കുയിലമ്മേ നിന്റെ കുറുകുഴൽ പാട്ട് ഇന്നവിടെ, മയിലമ്മേ മയിലമ്മേ. അല്ല, മുതലാളി ഞങ്ങളെയൊക്കെ അങ്ങ് മറന്നു. ഏയ്, മറക്കുകയോ? വീട്ടുകാരി കഴിഞ്ഞ് ഈ അവറാച്ചന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞാൻ പറയണ്ടല്ലോ. ഓ, അപ്പം വീട്ടുകാര് കഴിഞ്ഞേ ഉള്ളൂ. അതത്രേ ഉള്ളൂ. അത് കാര്യം വേറെ. അത് വേ ഇത് റേ. ആ പിന്നെ അമ്മായി, ഇനി വെച്ച് താമസിപ്പിച്ച താലി കെട്ടാൻ ചിലപ്പോ വല്ല എരപ്പാളികളെ നോക്കേണ്ടി വരും. എന്നെ കിട്ടില്ല, പറഞ്ഞേക്കാം. ഈ ഇടയായി പെണ്ണ് ഇത്തിരി വിളച്ചില്ല. ബംഗ്ലാവിൽ കുറെ സാറന്മാര് താമസിക്കാൻ എത്തിയിട്ടുണ്ടല്ലോ. സദാ സമയവും കയറി ഇറങ്ങുന്നുണ്ട്. മുതലാളി ചെക്കനുമായിട്ടാണ് ഒരു ഇത്. എനിക്കിതൊക്കെ കാണുമ്പോ എന്റെ പുറം ചൊറഞ്ഞോണ്ട് വരിക. അത് നീ ഇപ്പൊ എന്തിനാ പേടിക്കുന്നേ? അവള് വല്ലവന്റെ ഒക്കെ കൂടെ പോയാലും ഒടുവില് വയറും വീർപ്പിച്ച് നിന്റെ അടുത്തേക്ക് തന്നെ വരും. ഞാൻ പോണു. എന്താ രമണി ഒരു മൈൻഡില്ലാതെ? ഞാനും ഒരു കൊച്ചു മുതലാളിയൊക്കെ ആണേ. കണ്ടോ കണ്ടോ, നിലയും വിലയുള്ള അവറാച്ച മുതലാളിയെ കണ്ടപ്പോ അവക്ക് പുല്ല് പോലെ. തന്ത കൊഞ്ചിച്ചതിന്റെ ചേല. നിനക്ക് ജോലി തന്നെ. അമ്മായി നോക്കിക്കോ, എന്റെ കിട്ടട്ടെ. അമ്മായി മരുമോനും നോക്കി നിന്നാലൊന്നും കാര്യം നടക്കത്തില്ല. ശരിയാ, തമ്മി തമ്മി നോക്കി നിന്നാ ഒന്നും ഈ ലോകത്ത് നടക്കില്ല.
ഇവിടുന്നൊക്കെ പോയാ പിന്നെ എന്നാ വരിക? പോയാ പിന്നെ ചേച്ചിയും ഒത്തൊക്കെ വരാലോ. ചേച്ചിയോ? നീ ആള് കൊള്ളാമല്ലോ. എത്ര മുൻകൂട്ടിയാ കാണുന്നത്? മുൻകൂട്ടി തന്നെയാ കാണുന്നത്. എത്ര മുൻകൂട്ടി? ഒരുപാട് മുൻകൂട്ടി. എല്ലാം ഞാൻ കാണുന്നുണ്ട്. കല്യാണം കഴിച്ച ആള്, കുറച്ചുകൂടി മുതിർന്ന ആള്, പിന്നെയും മുതിർന്ന് മക്കളൊക്കെ ആയ ആള്, വയസ്സനായി പല്ലും മുടിയും ഒക്കെ കൊഴിഞ്ഞ് ഞാനെല്ലാം കാണുന്നുണ്ട്. ആഹാ, നീ ഇവിടെ നിൽക്കായിരുന്നു. ഞാൻ ഇനി നോക്കാനൊരിടമില്ല. ദേ അമ്മ വിളിക്കാം, അങ്ങോട്ടേല്ലേ. പോ. എന്നാ നിന്റെ പാത്രം വാങ്ങിച്ചല്ലേ. ലൈസൻസ് ആണോ? ഏ രമണി, രമണി, നീ എങ്ങോട്ടാ പോന്നെ? അങ്ങോട്ടല്ല, ദാ ഇങ്ങോട്ട്. അമ്മാവൻ അവിടെയാ നിക്കുന്നേ. ഞാൻ വരുന്നില്ല. നീ വരുന്നില്ലേ? മാറാൻ പിന്നെ മാറും. എന്നെ മാറ്റാനൊന്നും അമ്മാവന്റെ പുന്നാര മോള് വളർന്നിട്ടില്ല കേട്ടോ. മര്യാദക്ക് ഞാൻ പറഞ്ഞു കേട്ടോണം. നിന്റെ ഈ ദേഹവടിവ് കുറെയൊക്കെ എന്റെയും കാശ് എന്നാടി. നീ നടക്കടി ഇങ്ങോട്ട്. എന്തോന്ന് സോമ, കിളുന്തു പോലുള്ള ഒരു പെണ്ണുമായിട്ട് പിടിവലി? ഇവള് വരത്തില്ല എന്ന്. അതിനിപ്പോ പിടിയും വലിയൊക്കെ എന്തിന്? മര്യാദക്ക് പറഞ്ഞാ പോരെ? രമണി നല്ല കുട്ടിയാ അല്ലേ രമണി? ആ വഴി തടയാതെ സോമ, വഴി കാണിച്ചുകൂടെ. അല്ല, മോൾ ഇതുവരെ എന്റെ ഷെഡിലോട്ടൊന്നും വന്നിട്ടില്ലല്ലോ. എന്റെ പട്ടി വരും. എക്സ്ക്യൂസ് മീ, പിന്നെ അവറാച്ച മുതലാളിയല്ലേ? അതെ. അല്ല, ഒരു മുഖപരിചയം കണ്ട് ചോദിച്ചാ. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഓ, സോറി ഫോർ ദ ഡിസ്റ്റർബൻസ്. കാര്യം എടീ നരുന്ത് പെണ്ണേ, അവറാച്ചന്റെ തനി സ്വരൂപം നീ കണ്ടിട്ടില്ല. വെളച്ചിലൊന്നും ഇങ്ങോട്ട് എടുക്കണ്ട. മര്യാദയ്ക്ക് പറയുന്ന അനുസരിച്ചൊക്കെ നടന്നാ നിനക്കും കൊള്ളാം, നിന്റെ കുടുംബത്തിനും കൊള്ളാം. ഇല്ലെങ്കിൽ എക്സ്ക്യൂസ് മീ, എന്തോ നടോ? സണ്ണോ സണ്ണില്ലേ ഒരു ഡെന്റിസ്റ്റ് ഉണ്ടോ? ഇല്ല. അപ്പൊ കാശിലൂടെ ചെലവാവല്ലോ. എന്തോന്നിന്? അല്ല, ഈ മുന്നിൽ രണ്ടുപേര് പല്ലൊന്ന് മാറ്റി സെറ്റ് ചെയ്യാൻ. എന്തിനാ സെറ്റ് ചെയ്യണേ? പിന്നെ പല്ലാ നടക്കാൻ പറ്റുമോ? താൻ എന്താണോ ഉദ്ദേശിക്കുന്നത്? ഇളകിയില്ലല്ലോ. അയ്യോ, ഇപ്പൊ ഇളകി. ഞാൻ പോട്ടെ. എടാ, മോളുടെ പ്രായമല്ലുള്ളൂ മുതലാളി, വിട്ടേക്ക്. നിന്നെ ഞാൻ എടുത്തോളാം. ഇതിന് പൊളിക്കും. കിലോ 85 ഉണ്ടേ. രമണി, എന്താ ഇത്? എന്റെ അവസ്ഥ കണ്ടില്ലേ? വിഷമിക്കണ്ട. എനിക്കൊരു വിഷമമില്ല. തൊട്ടേനും പിടിച്ചേനും കുറ്റം പറഞ്ഞ് ശല്യം ഒഴിവാക്കാൻ കാത്തിരിക്കുന്ന രണ്ടാനമ്മ, കല്യാണം കഴിച്ച് വിൽക്കാൻ നടക്കുന്ന മുറച്ചെറുക്കൻ, എല്ലാം അറിയുന്ന പാവ അച്ഛൻ. ഒരു വിഷമവും ഇല്ല. രമണി, ഇവിടുന്ന് പോകുമ്പോ എന്നെ കൂടെ കൊണ്ടുപോവോ? അതിമോഹമൊന്നുമില്ല. വിശപ്പിന് കഴിക്കാൻ എന്തെങ്കിലും ആഹാരം, കിടന്നുറങ്ങാൻ അടുക്കള തിണ്ണയിലൊരിടം, വേലക്കാരിയായി കഴിഞ്ഞോളാം. ഇവിടുന്ന് രക്ഷപ്പെട്ടാ മതി. രമണി, ഞാൻ അറിയാം, നിങ്ങളൊക്കെ വലിയ ആൾക്കാർ. ഇങ്ങനെയൊക്കെ പറ്റൂ. ഇത്രയൊക്കെ ദയവ് കാട്ടിയത് തന്നെ വലിയ കാര്യം. രമണി, നന്ദിയുണ്ട്. മറക്കില്ല. അച്ഛൻ എന്ത് പറഞ്ഞു? ഒരു ജെയിംസ് അച്ഛനായിരുന്നു അക്കാലത്ത്. പക്ഷെ ആളിപ്പോഴില്ല. മറ്റൊരാളുണ്ട്, ഒരുപക്ഷെ വിവരങ്ങൾ പറയാൻ കഴിയുന്നൊരാൾ. ഫാദർ ജോസഫ്. നഗരത്തിലെവിടെയാ? കണ്ടുപിടിക്കാൻ ശ്രമിക്കണം. ഞാൻ ടൗണിലേക്ക് പോവാ. ഞങ്ങളും വരുന്നു. ഞങ്ങൾക്ക് അമ്മച്ചി ഒന്ന് കാണുകയും ചെയ്യാം.
വാ കേറ്. പഴയ വാടക ചോദിക്കും എന്തോ. എടി തങ്കി അമ്മച്ചി അവിടെ. അമ്മച്ചി മരിച്ചുപോയി. നിങ്ങൾ പോയ ഒരാഴ്ച കഴിഞ്ഞപ്പോ. എടാ സുപ്രു, എടാ ദാസപ്പ, നിങ്ങളെ കണ്ടിട്ട് എത്ര നാളായിട മക്കളെ? നിങ്ങൾ എവിടെയായിരുന്നു മക്കളെ ഇത്രയും കാലം? അയ്യോ മക്കളെ, ഞാനൊരു ദിവസം വീട്ടിൽ വരുന്നുണ്ട്. വരും, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഞാൻ അങ്ങോട്ടാ പോന്നെ. അപ്പൊ ഞാൻ വരട്ടെ. ബൈ. യു ചീറ്റ്. എന്നെ പറ്റിച്ച് നടക്കുകയായിരുന്നല്ലേ? യു ആർ എ ചീറ്റ്, എ ലയർ, ചതിയൻ. നിങ്ങൾ ഇത്തരക്കാരനാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എന്തെല്ലാം പറഞ്ഞ് എന്നെ മോഹിപ്പിച്ചു, വിശ്വസിപ്പിച്ചു. എന്നിട്ട് ഒളിച്ചോടുന്നു. ആരില്ലെന്ന് പറയേ? എന്തിനു വേണ്ടി? എന്താ ഒന്നും മിണ്ടാത്തത്? എനിക്കൊന്നും പറയാനില്ല. നോ, പറഞ്ഞേ പറ്റൂ. നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ മദർ. ഞാൻ അലഞ്ഞു നടക്കുന്നവളൊന്നുമല്ല. നിങ്ങളും അമ്മയും കൂടെയല്ലേ വീട്ടിൽ വന്നത്? ഡേറ്റ് ഒഴിച്ച് മറ്റെല്ലാം തീരുമാനിച്ചതല്ലേ? എന്നിട്ട് ഒഴിഞ്ഞു മാറുന്നു. ഇറ്റ്സ് എ പബ്ലിക് പ്ലേസ്. സോ വാട്ട്? ഐ വിൽ എക്സ്പോസ് യു. നിങ്ങൾ എഴുതിയ കത്തുകൾ, ആ സ്ത്രീ, നിങ്ങളുടെ അമ്മ, അവരും ഒന്നും പറയുന്നില്ല. ആൻഡ് ദെൻ യു അബ്സ്കോണ്ട്, പോയിരിക്കുന്നു. എങ്ങോട്ട്? അതിപ്പോ നിന്നോട് പറയേണ്ട കാര്യം എനിക്കില്ല. പറഞ്ഞേ പറ്റൂ. നോ, യു ക്യാൻ ഗോ. സുബ്രു, ദാസപ്പ കേറ്. ജോസ്, ഞാൻ എന്ത് തെറ്റ് ചെയ്തു? ഞാൻ പാവമല്ലേ ജോസ്? എന്നോട് സ്നേഹമില്ലേ? എനിക്ക് എന്തിനാശ തന്നു? ആരാണവൻ? ആശ. ഇപ്പോഴെങ്ങനെയുണ്ട്? ഞാൻ ആദ്യം തൊട്ടേ പറഞ്ഞില്ലേ, നമ്മൾ ഈ കാണുന്ന ഒന്നും അല്ല ജോസ്. സുപ്രു, വലിയൊരു കെണിപ്പെട്ടിരിക്കുക നമ്മൾ. ദാസപ്പ, ജോസൂട്ടി നീ ഉദ്ദേശിക്കുന്ന അറിയാം, നീ അവന്റെ ഭാഗത്തെ നിൽക്കൂ. അവൻ ജ്യേഷ്ഠനെ അന്വേഷിക്കാണ് പോലും. മറ്റുള്ളവർ അവനെയാണ് അന്വേഷിക്കുന്നത്. ബോധ്യമായില്ലേ ഇന്ന്? നീ ഇങ്ങനെ കിടന്ന് ഒച്ച വെക്കാതെ. വഴിയുണ്ട്. എന്തു വഴി? ചോദിക്കണം വെട്ടി തുറന്ന്, അത്ര തന്നെ. ദാസപ്പ, ജോസേ, കുറെ ദിവസമായിട്ട് ചോദിക്കണമെന്ന് വിചാരിക്കുക. എന്താണ് ഇതൊക്കെ? അത് ഞാൻ പറയാം പിന്നീട്. പിന്നീടല്ല, ഇപ്പൊ അറിയണം. ഞങ്ങൾക്കതിന് അവകാശമുണ്ട്. വിശ്വസിച്ച് കൂടെ ഇറങ്ങിയവരാ. പറയാം, പക്ഷെ ഇപ്പൊ നിർബന്ധിക്കരുത്. നിർബന്ധിക്കും, പറഞ്ഞേ പറ്റൂ. ഇല്ല, ഇപ്പൊ പറയാൻ നിവൃത്തിയില്ല. പ്ലീസ്, കൂടുതലൊന്നും ചോദിക്കരുത്. നീ ഇതെവിടെ പോന്നു? ഒരു നിമിഷം ഞാൻ ഇനി ഇവിടെ നിൽക്കില്ല. പട്ടിണി കിടന്നാലും കടത്തിണ്ണയിൽ ഇറങ്ങിയാലും അതിനൊരു അന്തസ്സുണ്ടാ. ഇതല്ല, കെണിയാണ്, ചതിയാണ്. ബോധ്യമായില്ലേ നിനക്ക് ഇത്രയൊക്കെ ആയിട്ടും? ദാസപ്പ, എന്തത്? അയ്യോ, ഒന്നും അറിയാത്ത കൊച്ചു കുഞ്ഞ്.
വേഷം കെട്ടൊന്നും ഇനി എന്റെ അടുത്ത് വേണ്ട. കാണുന്ന കുറെ നാളായി. രഹസ്യമായി സിറ്റിയിൽ പോക്ക്, പോലീസിനെ കണ്ടപ്പോ ഉരുണ്ടുകളി. ആരും ഒന്നും അറിയില്ലെന്ന് വിചാരിച്ചല്ലേ കുഞ്ഞെ? ഒലിക്കുമല്ലോ തേൻ നാക്കിൽ കൂടി കുഞ്ഞുമോനെന്ന് വിളിക്കുമ്പോ. കുഞ്ഞുമോൻ, പുന്നാര മോന്റെ വേറൊരു വിശേഷം ഇന്ന് സിറ്റിയിൽ വെച്ച് കണ്ടു. ഏതോ ഒരാശ. എത്രാമത്തോളാണെന്ന് ആർക്കറിയാം. ഇനി നാളെ ഒരു രമണിയായിരിക്കും. ദാസപ്പ നിർത്ത്. നിർത്തില്ലടാ, നിർത്തില്ല. വിളിച്ചു കൂവാൻ പോവുകയാണ്. നാട് മുഴുവൻ കേൾക്കട്ടെ. കവലയിൽ ഇറങ്ങി ഞാൻ വിളിച്ചു കൂവും. ചതിയൻ, ജെയിംസ് മാത്യു മുതലാളിയുടെ പുന്നാര മകൻ ചതിയൻ, ചതിയൻ. നീ മാത്രമല്ല, നിന്റെ തന്തയും അങ്ങേരും ചതിച്ച കഥകളില്ലേ? ചതിയന്മാർ, ചതിയന്മാർ, ചതിയന്മാർ. ദാസപ്പ, 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 കുഞ്ഞുമോനെ, കുഞ്ഞുമോനെ, കുഞ്ഞുമോനെ. ജോസൂട്ടി, ജോസൂട്ടി, ജോസൂട്ടി. അയ്യോ ചോര. കുഞ്ഞുമോനെ, എന്താ ഇതൊക്കെ? ഏയ് ഒന്നുമില്ല, വെറുതെ ഒരു തമാശ. ജോസൂട്ടി, ഒന്നുമില്ലടാ ജോസൂട്ടി. ജോസൂട്ടി, നമുക്ക് അവിടെ ഇരുത്താം. ജോസൂട്ടി, ഒന്നുമില്ല, ഒന്നുമില്ല, ഒന്നുമില്ല. Nothing, 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 nothing. ഇനിയും ചേട്ടൻ ഒഴിഞ്ഞു മാറരുത്. മറ്റെല്ലാ വഴികളും മുന്നിൽ അടഞ്ഞിരിക്കുക. ഈ അന്വേഷണം ഇനിയും നീട്ടിക്കൊണ്ടുപോകാൻ കുഞ്ഞുമോന് പറ്റില്ല. ചേട്ടനറിയാം, അറിയാവുന്നതൊക്കെ പറയണം. പറഞ്ഞേ തീരൂ. മോനെ, വേണ്ട, ഒഴിഞ്ഞു മാറണ്ട. പിള്ളച്ചേട്ടന് കുഞ്ഞുമോനോട് സ്നേഹമില്ലേ? കുഞ്ഞുമോന്റെ പപ്പയോട് സ്നേഹമില്ലേ? പപ്പയുടെ ആദ്യത്തെ മകൻ, അവന്റെ അമ്മ, അവരൊക്കെ എവിടെയാ? പറയേട്ടാ, അവരെവിടെ? ആ അമ്മ, അവരെവിടെയാ? പ്രസവത്തോടെ മരിച്ചു. കുട്ടി, കുട്ടി, കുട്ടി ജീവിച്ചിരിപ്പുണ്ട്, അത് ഉറപ്പാ. പക്ഷേ എവിടെയാണെന്ന് എനിക്കറിയില്ല. ചേട്ടനറിയാം. സത്യമായിട്ടും എനിക്കറിയില്ല കുഞ്ഞുമോനെ. ദൈവത്തിനാണ്, വലിയ മുതലാളിയാണ്, കുഞ്ഞുമോനാണ് സത്യം. എനിക്കറിയില്ല. പിന്നെ ആർക്കറിയാം? റേഞ്ചർ സാറിന് ഒരു പക്ഷേ. ഏത് റേഞ്ചർ? വലിയ മുതലാളിയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായിരുന്നു. ആ കാലത്ത് വലിയ മുതലാളിയോടൊപ്പം എല്ലാ സമയവും റേഞ്ചർ സാർ ഉണ്ടായിരുന്നു. എല്ലാ ഒത്താശകളും ചെയ്തത് റേഞ്ചർ സാറാണ്. അദ്ദേഹത്തിന് അറിയാം, തീർച്ച. റേഞ്ചർ അങ്കിൾ, 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 ഞാൻ എന്നെ വെയിറ്റ്. അങ്കിൾ, എന്നെ മനസ്സിലായില്ലേ? ജെയിംസ് മാത്യുവിന്റെ മോൻ, കുഞ്ഞുമോൻ. ഇങ്ങോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലേ, കള്ള റാസ്കൽ. അങ്കിൾ, എനിക്കൊരു കാര്യം. എന്താണ് ചോദ്യം? അങ്കിൾ, പപ്പയ്ക്ക്, അതായത് ചെറുപ്പത്തിൽ ബംഗ്ലാവിൽ ഉണ്ടായിരുന്ന കാലത്ത്. നീ അത് പറഞ്ഞ് ബോറാക്കും. ഞാൻ പറയാം. വെയിറ്റ്. നൈസ് ബോയ്. നോ വണ്ട. ജെയിംസിന്റെ മോനല്ലേ?
ദി വൺ ആൻഡ് ഓൺലി സൺ ഓഫ് ജെയിംസ് മാത്യു. നോ നോ, ഞാൻ പപ്പയുടെ ഏക മകനല്ല. എനിക്കറിയാം, അങ്കിളിനും അറിയാം. അങ്കിൾ പ്ലീസ്, എവിടെ എവിടെ എന്റെ ജ്യേഷ്ഠൻ? ജ്യേഷ്ഠൻ? അപ്പൊ ആൺകുട്ടിയാണെന്ന് മനസ്സിലായല്ലേ? വേറൊരു ആൺകുട്ടി വിളിക്കുക, ബാംഗ്ലൂരിൽ നിന്ന്. എന്റെ മോനെ IAS കാരന്. ഞാനങ്ങോട്ട് ചെല്ലാൻ വിളിക്കുക, ഷോക്കേസിലെടുത്ത് വെക്കാൻ. തന്തയെ പോറ്റുന്ന മോന്റെ ഇമേജിന് വേണ്ടി എന്റെ പട്ടിയല്ലു. അങ്കിൾ, ആ നിന്റെ കാര്യം അത് ശരി. പപ്പയുടെ അനുരാഗതയുടെ ക്ലൈമാക്സ് ഉണ്ടാക്കി ഇറങ്ങിയിരിക്കുകയാണല്ലേ. കഴിവേറി ഒറ്റ അടിയാൻ വെച്ച് തരൂ. വേറൊന്നുമില്ല ചോദിക്കാൻ. അങ്കിൾ, എനിക്കത് അറിയണം, കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യാൻ പോവുക? അത് ഓ, ഇത് മറ്റവനായിരിക്കും. ഡോക്ടർ അദ്ദേഹം, മറ്റൊരു തൃപ്പുത്രൻ. അവനാള് സ്വല്പം ഭേദവാ, പക്ഷെ അവന്റെ മൂദേവിയെ സഹിച്ചുകൂടാ. അല്ല, ഞാൻ ആലോചിക്കുകയായിരുന്നു, എല്ലാത്തിനെയും നല്ലവണ്ണം വളർത്തി പഠിപ്പിച്ച് ഓരോ നിലയിലാക്കി. ഇനിയെങ്കിലും എന്റെ പാട്ടിന് എന്നെ വിട്ടുകൂടെയോ മാർക്ക്? നീ ഫോൺ എടുത്തോടാ. കൊള്ളാം, നിനക്ക് അനുസരണയുണ്ട്. അങ്കിൾ, അങ്കിൾ, ഇനി 2-3 മണിക്കൂർ നേരത്തേക്ക് നോക്കണ്ട. അറിഞ്ഞേ പോകൂല്ലേ? വാ. ജെയിംസ് മാത്യുവിന്റെ പപ്പ എസ്റ്റേറ്റ് ചികിത്സയ്ക്ക് വന്ന കാലത്തെ പറ്റി അറിയാവോ? കേട്ടിട്ടുണ്ട്. 25 വർഷം മുമ്പ്. അന്ന് എനിക്ക് ജോലി ആ റേഞ്ചിലായിരുന്നു. വലിയ മൂപ്പിലെ ചികിത്സിച്ചത് ഇലിഞ്ഞിത്ര വൈദ്യർ എന്ന പ്രസിദ്ധനായ ഒരു വൈദ്യരായിരുന്നു. ആ വൈദ്യർക്കൊരു മോളുണ്ടായിരുന്നു, ഒറ്റ മോൾ, സുന്ദരി, നല്ല സ്വഭാവം. ജെയിംസ് അവളെ ഇഷ്ടമായി, അവക്ക് ജെയിംസിനെ. മധുരമായ അവരുടെ പ്രണയത്തിന്റെ സാക്ഷിയായിരുന്നു ഞാൻ. മൂപ്പിലെ ചികിത്സ കഴിഞ്ഞ് പോയ ശേഷവും ജെയിംസ് ബംഗ്ലാവിൽ വരുമായിരുന്നു. അവരുടെ സ്നേഹബന്ധം തുടർന്നു. അതൊടുവിൽ ഗർഭിണിമായ സ്ഥിതിക്ക് ജെയിംസ് എന്നെ അവളെ സ്വീകരിക്കണമല്ലായിരുന്നോ എന്ന് ചോദിക്കാം. സ്വീകരിക്കണമായിരുന്നു. പക്ഷെ ആ കാലം, വലിയ മൂപ്പിലുടെ പ്രതാപം, വലിയ കുടുംബ പാരമ്പര്യം, മതന്മാരുള്ള ബന്ധം എന്നൊക്കെ പറയുമ്പോ ഒടുവിൽ ജെയിംസ് തന്നെ അതിന് മനോഹരമായി പ്രായശ്ചിത്തം ചെയ്തു. എനിക്കൊന്നും പറയാം. ഊട്ടിയിൽ എൻ്റെ ഒരു പരിചയക്കാരൻ ഡോക്ടറുടെ ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു പ്രസവം. പ്രസവത്തോടെ അവൾ മരിച്ചുപോയി. കുഞ്ഞ് ജീവിച്ചു, വളർന്നു, വലുതായി. എന്താ, കാണണോ? വേണം. ഇപ്പൊ തന്നെ കാണണോ? എന്നാ വാ. എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ജെയിംസ് മാത്യുവിന്റെ വിവാഹത്തിന് മുമ്പ് അനുരാഗതയിലെ കൺമണിയിൽ എനിക്ക് കാണേണ്ടത്. ദാ നോക്ക്. ജെയിംസ് മാത്യുവിന്റെ ആദ്യത്തെ അവസാനത്തെ മകൻ ജോസൂട്ടി എന്ന കുഞ്ഞുമോൻ. നിർത്താം. ഒരല്പം കൂടി പറഞ്ഞിട്ട്. ഇത്രയും കാലം നീ ഇതറിയാൻ പാടില്ലായിരുന്നു, അതുകൊണ്ട് പറഞ്ഞില്ല. ഇനി നീ ഇതറിഞ്ഞേ പറ്റൂ. എങ്കിലല്ലേ നിന്റെ അമ്മയെ
നിന്നെ പ്രസവിക്കാത്ത നിന്റെ അമ്മയെ പൂർണ്ണമായി നീ മനസ്സിലാക്കൂ. വേണമെങ്കിൽ ജെയിംസിന് നിന്നെ ഒരു ഓർഫനേജിലാക്കാമായിരുന്നു. പക്ഷെ ചെയ്തില്ല. പകരം നിനക്കൊരു അമ്മയെ കണ്ടുപിടിച്ചു. അമ്മ മരിച്ച എന്റെ കുഞ്ഞിനെ പെറ്റമ്മയെ തന്നെ വളർത്താൻ തയ്യാറുള്ളവരെ വിവാഹം കഴിക്കുമെന്ന് ജെയിംസ് പ്രതിജ്ഞ എടുത്തു. ഇളകാത്ത പ്രതിജ്ഞ. ഒടുവിൽ ഞാൻ അങ്ങനൊരാളെ കണ്ടുപിടിച്ചു. നിന്റെ ഇപ്പോഴത്തെ അമ്മ. പെറ്റമ്മയെ തന്നെയല്ലേ കുഞ്ഞുമോനെ നിന്നെ അത് വളർത്തിയത് കഴിഞ്ഞ 25 വർഷവും. നീ എന്താണ് തുള്ളിച്ചാടാത്തത് സന്തോഷം കൊണ്ട്? എല്ലാവരും ചേർന്ന് എന്നെ തോപ്പിച്ചു കളഞ്ഞല്ലോ അങ്കിൾ. പപ്പ, അമ്മ, പിന്നെ കുഞ്ഞുമോനെ തോറ്റുപോയി അങ്കിൾ, തോറ്റുപോയി. നിന്നെ ഞങ്ങൾ ഒരുപാട് അന്വേഷിച്ചു. ഒടുവിൽ പിള്ളച്ചേട്ടനെ പറഞ്ഞത് ഇവിടെ കാണുമെന്ന്. ജോസൂട്ടി, നിന്റെ അമ്മ വന്നിട്ടുണ്ട്. ജോസൂട്ടി, ഇതെന്തിനാടാ ഞങ്ങളെ വിളിച്ചു വെച്ചത്? എന്താ ദാസപ്പ? സുപ്രു, എന്താടാ അത്? എന്താടാ കുട്ടികളെ പോലെ എന്നെ നോക്ക്. എനിക്ക് വല്ല കുഴപ്പമുണ്ടോ? അങ്കിൾ പറയേ, എനിക്ക് വല്ല പ്രശ്നമുണ്ടോ? ഞാൻ വളരെ സ്മാർട്ടല്ല അങ്കിൾ. എന്നെ കണ്ട ഓരോ ദിവസവും ഓരോ നിമിഷവും മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്ന് അങ്ങനെ തോന്നുന്നു. അങ്ങനെ തോന്നൂടാ? തോന്നുവോ? വാ, നമുക്ക് പോവാം. ജോസൂട്ടി, വണ്ടി ഞാൻ ഓടിക്കാം. നീ വണ്ടി എടുക്കണ്ട. എന്തേ ഒറ്റ അടി വെച്ചെന്നുണ്ടല്ലോ. ഇത്ര നാൾ രണ്ടിനെ ഞാൻ ഇട കൊണ്ട് ചുറ്റി കിടന്ന്, എന്നിട്ടിപ്പോ പകറ് കേരടാ. ദാസപ്പ, സുപ്രു, എന്തിനടാ വിഷമിക്കുന്നത്? കുഞ്ഞുമനൊന്നുമില്ലടാ. ഹാർട്ടിന് ചെറിയൊരു ഫോറിനിൽ പോയൊരു ഓപ്പറേഷൻ നടത്തിയ ചിലപ്പോൾ രക്ഷപ്പെടുന്ന ഡോക്ടർ പറഞ്ഞത്. കുഞ്ഞുമനെ കൊണ്ടുവരുന്നതാ. പോകുന്നതിന്റെ തലേന്ന് തോന്നി ബാക്കിയുള്ള എണ്ണപ്പെട്ട ദിവസങ്ങൾ എന്തിനാ വെറുതെ ആശുപത്രി ഓപ്പറേഷനൊക്കെ പറഞ്ഞ് കളയുന്നത്? അതും അങ്ങ് ദൂരെ കടലിനക്കരെ. അത്രയും ദിവസം ഇതുപോലെ ജോളിയായിട്ട് കുഞ്ഞുമോനെ കണ്ടു കേട്ടാ. പക്ഷേ കുഞ്ഞുമോനെ അമ്മ. അമ്മ എവിടെയൊക്കെ തിരക്കി. ബാംഗ്ലൂരിൽ, ബോംബെയിൽ. എന്റെ മോൻ എന്തിന് അമ്മയെ വിട്ട് ഓടിപ്പോയി? അമ്മ, എന്റെ അമ്മ. എന്നിട്ട് ആ അമ്മയെ തനിച്ചാക്കിയിട്ട് ഇങ്ങനെ. അമ്മ എന്തു വിഷമിച്ചു. മോനടുത്തില്ലാതെ അമ്മയ്ക്ക് ഒരു ദിവസം പോലും കഴിയാനാവില്ലെന്നറിയില്ലേ? പെറ്റമ്മയേക്കാൾ വലിയ അമ്മ. അരുത്, പറയരുത്. 25 വർഷം നെഞ്ചിനകത്ത് സൂക്ഷിച്ചത് ഒരാൾ കൂടി അറിഞ്ഞുള്ളൂ. ഞാൻ ഇനി മറ്റൊരാൾ കൂടി ഇത്. ഈ അമ്മയുടെ മകനായി, അമ്മ പ്രസവിച്ച മകനായി
എനിക്ക് ജീവിക്കണം. കുഞ്ഞുമോൻ ഒളിച്ചോടിയതല്ലേ. കുഞ്ഞുമോനൊരു കൂടപ്പുറപ്പ് കൂടി ഉണ്ടെന്ന് തോന്നി തേടി ഇറങ്ങിയതാ. അമ്മയെ ഏൽപ്പിക്കാം, പപ്പ ഉണ്ടാക്കിയതെല്ലാം ഏൽപ്പിക്കാം. പക്ഷെ തോറ്റുപോയി അമ്മേ, തോറ്റുപോയി. യോസുട്ടി, ഡോക്ടർ പറഞ്ഞത് അറിയാം, രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ട് 1000-ൽ-1 ജീവിതം തിരിച്ചു കിട്ടുന്ന ആ 1000-ൽ-1 അത് ജോസൂട്ടിയായിരിക്കും. അതെ, 1000-ൽ-1. മോനെ പോവാമ്മേ. ഇപ്പൊരാഗ്രഹം, അമ്മയുടെ മകനായി ജീവിക്കാൻ കുറച്ചു നാളുകൂടി. സുപ്രുവിന്റെ, ദാസപ്പന്റെ, എല്ലാവരുടെയും കൂടെ കുറച്ച് സമയം കൂടി. ഞാൻ അരുത്, വേദനിപ്പിച്ചത് ഞാനാ. ഞാൻ തിരിച്ചു വരും. ഞാൻ പ്രാർത്ഥിക്കും.